ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിവൈസ് PSC എന്ന നമ്മുടെ ചാനലിൻ്റെ ആദ്യ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സർക്കാർ ജോലി സ്വപ്നം കണ്ടുകൊണ്ട് PSC പഠനം തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു PSC പഠനം സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ആ സമയത്ത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഇതുപോലുള്ളത് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാൽ ആ ഒരു വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തുടക്കക്കാരൻ, അതായത് PSC ഇതുവരെ ഒരു ഐഡിയയും ഇല്ലാത്ത, ഇനി ഭാവിയിൽ അതായത് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ പഠനം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിത്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പഠിച്ച് ഏകദേശം എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എങ്ങനെ PSCയെ എങ്ങനെ കാണണം, അല്ലെങ്കിൽ PSCയെ എങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വാട്ട് ഈസ് PSC, അതുപോലെ PSC പഠിക്കുന്ന ആള് ഫേസ് ചെയ്യുന്ന ചലഞ്ചുകൾ എന്തെല്ലാം, അതുപോലെ തന്നെ ആ ചലഞ്ചുകളെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. സോ വാട്ട് ടു സ്റ്റഡി, എന്ത് പഠിക്കണം, അത് എങ്ങനെ പഠിക്കണം, അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് എവിടുന്ന് കിട്ടും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ വെച്ച് എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് സ്വന്തമായിട്ട് തയ്യാറാക്കാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ആയിട്ട് ഒരു തുടക്കക്കാരൻ എങ്ങനെ ഈ ഒരു PSCയുടെ അല്ലെങ്കിൽ PSC ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്തണം എന്ന് കാണിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. സോ അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ ആദ്യം തന്നെ എന്താണ് PSC എന്ന് ഒരുവിധം എല്ലാ ആളുകൾക്കും അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നാൽ പോലും പല ആളുകളും എന്താണ് ഇതുപോലെ ഗവൺമെന്റ് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് PSC എന്ന് മാത്രമേ പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ എക്സാം നടത്തുന്ന ഒരു സ്ഥാപനമാണ് PSC എന്ന് മാത്രമായിരിക്കും പലരുടെയും ഒരു ധാരണ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജോലി കൊടുക്കുക എന്ന് പറയുന്നത് PSCയുടെ ഒരു രീതിയല്ല, അല്ലെങ്കിൽ PSCയുടെ ഒരു ധർമ്മമല്ല. ശരിക്ക് ജോലി ഏതെങ്കിലും ഓഫീസുകളിലേക്ക് ആവശ്യമുള്ള വേക്കൻസികളിലേക്കുള്ള ആളുകളെ യോഗ്യത അടിസ്ഥാനത്തിൽ എക്സാം നടത്തി, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഇന്റർവ്യൂ നടത്തി, അതിന് ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ്, ഏത് സ്ഥാപനത്തിനാണോ ജോലി ആവശ്യമുള്ളത് അല്ലെങ്കിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് അവർക്ക് ഈ പറയുന്ന ആളുകളുടെ ലിസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് PSCയുടെ ധർമ്മം. അതായത് നേരിട്ട് ഇന്ന സ്ഥാപനത്തിലേക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞ് ജോലി കൊടുക്കുന്ന രീതിയല്ല. അവര് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള എക്സാം നടത്തി, ഇന്റർവ്യൂ നടത്തി, ഒരു യോഗ്യരായ ഒരുപാട് ആളുകളുടെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു 10 പേരാണെന്നുണ്ടെങ്കിൽ ഒരു 10 പേർക്കാണ് ജോലി കൊടുക്കാൻ ഒരു സ്ഥാപനത്തിന് കഴിയുക, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓഫീസിന് കഴിയുക എന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒരു 30-40 പേരുടെ യോഗ്യതാ ലിസ്റ്റ്, എക്സാം നടത്തി കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളുടെ യോഗ്യതാ ലിസ്റ്റ് നൽകിയിട്ട് ആ ലിസ്റ്റിലേക്ക് ആ സ്ഥാപനമാണ് എന്ത് ചെയ്യുക, ഓർഡർ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ആളുകൾക്ക് ജോലി കൊടുക്കുന്നത്. അല്ലാതെ PSC ഒരിക്കലും എന്തല്ല, ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമല്ല. അതിന് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇനി ബേസിക് ആയിട്ട് നമ്മൾ PSC പഠിക്കുന്ന ഒരു വ്യക്തി, അതായത് പുതിയതായിട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് ഇന്ന് തൊട്ട് പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ചലഞ്ചുകളുണ്ട്. നമ്മൾ സാധാരണ പോലെ ബാക്കി കോഴ്സുകൾ പഠിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന പോലെ ഒന്നും നമുക്ക് PSC പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മളിവിടെ നോ റിസൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല ആളുകളും ഈ നോ റിസൾട്ട് എന്ന് കാണുന്ന സമയത്ത് ഒരു ഡീമോട്ടിവേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറി ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോഴ്സ് പഠിക്കാൻ പോവുകയാണ്, നിങ്ങൾ നഴ്സിംഗിന് പോവുകയാണ്, അല്ലെങ്കിൽ BBA MBA പോലുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ നിങ്ങൾ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കോഴ്സിന്റെ ഒരു ഡിഗ്രി, അതായത് ജസ്റ്റ് ഒരു, നമുക്കിപ്പോൾ MBA ആണെങ്കിൽ MBA, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ എഞ്ചിനീയർ ആണെങ്കിൽ BTech എന്ന് പറയുന്ന ഒരു ഡിഗ്രി നിങ്ങൾക്ക് കിട്ടും. അതുപോലെ മെഡിക്കൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറായിട്ടാണ് പുറത്തു വരിക. നിങ്ങളിപ്പോൾ PSC എന്ന് പറയുന്ന ഒരു ഫീൽഡ് പഠിക്കാനിരുന്ന് നിങ്ങൾ 3 വർഷം പഠിച്ചു, അല്ലെങ്കിൽ 10 വർഷം പഠിച്ചു, നിങ്ങൾ ഇനിയിപ്പോൾ 15 വർഷം PSC പഠിക്കാനിരുന്നു കഴിഞ്ഞാലും PSCയിൽ നിങ്ങളൊരു മാസ്റ്റർ ആണെന്നോ, അല്ലെങ്കിൽ PSCയിൽ നിങ്ങൾക്ക് ബിരുദമുണ്ട്, ബിരുദാനന്തര ബിരുദമുണ്ട്, അല്ലെങ്കിൽ PSCയിൽ ഞാൻ ഡിപ്ലോമ എടുത്തിട്ടുണ്ടെന്നും നമുക്ക് പറയാൻ പറ്റില്ല. PSC വഴി ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒരു നോ റിസൾട്ട് എന്നുള്ളതുകൊണ്ടുള്ള മെയിൻ ഞാൻ ഉദ്ദേശിച്ച രീതി അതാണ്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്. നിങ്ങളിപ്പോൾ 6 മാസം പഠിച്ച് ഒരു എക്സാം ക്രാക്ക് ചെയ്തു, നിങ്ങൾ 1 വർഷം പഠിച്ചൊരു എക്സാം ക്രാക്ക് ചെയ്തു, നിങ്ങൾ ഇനിയിപ്പോൾ 5 വർഷം 10 വർഷം പഠിച്ചൊരു എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ എത്ര വർഷം എടുത്തിട്ടാണോ അത് ക്രാക്ക് ചെയ്തതെന്ന് നിങ്ങൾ ആരും നിങ്ങളടുത്ത് ചോദിക്കുക അല്ലെങ്കിൽ പറയൊന്നുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്രത്തോളം നേരത്തെ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റുമോ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ 5 വർഷം PSC പഠിച്ച് ഒരു ജോലിക്ക് കയറിയ ഒരാൾ, അല്ലെങ്കിൽ അതിനു മുമ്പേ ഈ പറയുന്ന 2 വർഷം കൊണ്ട് PSC ജോലി കിട്ടിയ ഒരാളും സംബന്ധിച്ച്
ആ 2 വർഷം മുന്നേ നമ്മൾ ജോലിക്ക് കയറിയ ഒരാളായിരിക്കും സീനിയർ ആയിട്ട് വരിക. അപ്പോൾ പറഞ്ഞു വരുന്നത് ബാക്കി കോഴ്സുകൾ, നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് ആയിക്കോട്ടെ, ഡിഗ്രി കോഴ്സ് ആയിക്കോട്ടെ, ഇതൊന്നും പഠിക്കുന്ന പോലെ അല്ല PSC പഠനം. നമ്മളിപ്പോൾ 4, 5 എത്ര വർഷം പഠിച്ചു കഴിഞ്ഞാലും നമുക്കൊരു റാങ്ക് ലിസ്റ്റിൽ വന്ന്, നമുക്ക് അഡ്വൈസ് വന്ന്, അപ്പോയിന്റ്മെന്റ് വന്ന്, ജോലിക്ക് നമ്മൾ കയറിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഫീൽ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഒരാൾ ഈ പറയുന്ന 4 വർഷം പഠിച്ച് എഞ്ചിനീയറായി, അല്ലെങ്കിൽ 4 വർഷം പഠിച്ച് എഞ്ചിനീയറായി, 5 വർഷം പഠിച്ച് ഡോക്ടറായി, അല്ലെങ്കിൽ 3 വർഷമോ 2 വർഷം കൊണ്ടൊക്കെ നമ്മൾ BA, BEd പോലുള്ള ഒരുപാട് കോഴ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഇത്ര വർഷം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് PSCയിൽ ഒരു ഡിഗ്രി ഉണ്ട്, അല്ലെങ്കിൽ PSCയിൽ ഡിപ്ലോമ ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എത്ര വർഷം പഠിച്ചിട്ടാണോ പാസ്സാവുന്നത് അത്രയും നമ്മുടെ ഏജ്, നമ്മുടെ സമയം അതൊക്കെ വേസ്റ്റ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള നോ റിസൾട്ട് എന്നുള്ള ഉദ്ദേശം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതിലേക്ക് ഇറങ്ങാൻ. അപ്പൊ അതൊരു ഡീമോട്ടിവേഷൻ ആയിട്ടല്ല പറയുന്നത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ എനിക്കൊരു നഷ്ടം യാതൊരു രീതിയിലും സംഭവിക്കരുത് എന്നുള്ള രീതിക്ക് നമ്മൾ ആദ്യം മുതലേ എന്ത് ചെയ്യണം, ആ ഒരു PSC പഠനം സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ടെങ്കിൽ ഒരു എക്സാം വരുന്നത് പ്രതീക്ഷിച്ച് അതിനുവേണ്ടി ഡീപ്പായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് ലിസ്റ്റിൽ കയറി ജോലി വാങ്ങാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള നമ്മുടെ ലെവൽ എന്താണെന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോ ഡിഗ്രി കഴിഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കും, +2 കഴിഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കും, PG, BEd പോലെയുള്ള എല്ലാ ഒരുവിധം കോഴ്സുകളെല്ലാം കഴിഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഞാനിപ്പോൾ PG-കാരനാണ്. അപ്പൊ ഞാനൊരു PSC പഠിക്കുമ്പോൾ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്ര സമയം 5, 6 മണിക്കൂറൊന്നും എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 2 മണിക്കൂറൊക്കെ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ PG ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, അത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള മുൻധാരണകളും മുൻവിധികളും ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു ഫീൽഡിലേക്ക് വരാനേ. എന്നാൽ നേരെ മറിച്ച് ചില ആളുകൾ ഉണ്ടായിരിക്കും, ഞാനൊരു 10ാം ക്ലാസ്സുകാരനാണ്, അല്ലെങ്കിൽ ഞാനൊരു +2 കഴിഞ്ഞ ഒരാളാണ്, എക്സാം എഴുതുന്ന ആ ഡിഗ്രി കഴിഞ്ഞ ആളുകൾ തന്നെ, PG കഴിഞ്ഞ ആളുകൾ തന്നെ ഒരുപാട് പേരുണ്ട്. അവരുടെ ഒക്കെ കൂടെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ഒരു യോഗ്യത ഉണ്ടോ എന്ന് സ്വയം ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ഏത് ലെവലാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മുടെ ചിന്തകൾ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഡിഗ്രിയോ PG-യോ ഇനിയിപ്പോ BEd-ഓ ഡിപ്ലോമയോ എന്തോ ആയിക്കോട്ടെ, PSC എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ഏരിയ ആണ്. അവിടേക്ക് പോകാനുള്ള റൂട്ട് കൃത്യമായിട്ട് PSC പറഞ്ഞു തന്ന സിലബസും വഴികളുമാണ്. അത് പ്രോപ്പറായിട്ട് ഒരാൾ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ അവർക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അതിനിപ്പോ ഒരുപാട് ഡിഗ്രി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. 10ാം ക്ലാസ്സോ +2 കഴിഞ്ഞ ആളുകൾ ഒരുപാട് സർവീസ് കയറുന്നുണ്ട്. ഈ പറയുന്ന ഡിഗ്രി PG ഉള്ള ആളുകൾ എങ്ങനെ എഴുതി കഴിഞ്ഞിട്ടും ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നമ്മുടെ മുമ്പിൽ കാണുന്ന ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇത്തരത്തില് ഒരു സെൽഫായിട്ട് നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ഐഡിയ ആദ്യം വരണം. അതിപ്പോ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒന്നും അറിയില്ല എന്നുള്ള ലെവലിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. ഇനിയല്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം, ഇതിനോട് കൂടെ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളെ എനിക്ക് പഠിച്ചെടുക്കേണ്ടതുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആ രീതി നമ്മൾ നിൽക്കുന്ന ലെവൽ എവിടെയെന്നുള്ളത് അറിയുന്ന ഒരാൾ ആ രീതിക്ക് അനുസരിച്ച് വേണം എന്ത് ചെയ്യാന്, പഠനം മുന്നോട്ട് കൊണ്ടുപോകാന്. അതുപോലെ പിന്നീടുള്ളതാണ് എന്ത്, സ്റ്റഡി ടൈം. ഈ സ്റ്റഡി ടൈം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ് എത്ര സമയം പഠിച്ചിട്ടാണ് നിങ്ങൾ ജോലിയിൽ കയറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ പറയും, ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ അധിക സമയമൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ ഈ പറയുന്ന പോലെ കളിക്കാൻ പോകാറുണ്ട്, TV കാണാറുണ്ട്, സിനിമ കാണാറുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇയാൾ വെറുതെ പറയാണെന്ന് വിചാരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ചിലപ്പോൾ ആ വ്യക്തി ആ രീതിക്ക് തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. എന്നാൽ ചില ആളുകളോട് ചോദിക്കുമ്പോൾ പറയും, ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പറയുന്ന പോലെ ഫ്രണ്ട്സിന്റെ കൂടെ കമ്പനി സ്റ്റഡി ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് പഠിക്കും, പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യും, ഈ പറയുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യും എന്നൊക്കെ അവർ പറയും. അപ്പൊ ഇത് കേൾക്കുന്ന ഒരാൾ ഈ രീതിക്കൊന്നും എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ സമയം എനിക്ക് ഇത്രയും ചെയ്യാനുള്ള സമയം എനിക്കില്ലല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോ പ്രത്യക്ഷത്തിൽ ഇവർ രണ്ടുപേരും പറഞ്ഞതും ചിലപ്പോൾ സത്യമായിരിക്കും. അപ്പോ നമുക്ക് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അവസ്ഥ എങ്ങനെയാണ്, അതായത് ചിലപ്പോൾ നിങ്ങളായിരിക്കും നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇപ്പോൾ വീട്ടിലേക്ക് ചെലവിനുള്ള കാര്യങ്ങളായാലും ജോലിക്ക് പോകുന്നത് നിങ്ങളായിരിക്കും. അപ്പോൾ ആ ജോലി സമയം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഉള്ള സമയങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാൻ ഉള്ള ഒരു എഫക്റ്റീവായിട്ട് പഠിക്കാൻ കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ആ കിട്ടുന്ന സമയം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. സോ അപ്പൊ ഈ ഒരു സ്റ്റഡി ടൈം എന്ന് പറയുന്നത് ഡിപ്പെൻസ്, അതായത് നിങ്ങളുടെ ഓരോരുത്തരെയും നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഓരോ ആളുകളുടെയും കണ്ടീഷൻസ് അനുസരിച്ചിട്ടും നിലവിലുള്ള സ്ഥിതി അനുസരിച്ചും മാറിക്കൊണ്ടുവരും. അതിനനുസരിച്ചുള്ള ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത്
നിങ്ങളുടെ നേരത്തെ പറഞ്ഞ ഈ ലെവൽ, കറന്റ് ലെവൽ എങ്ങനെയാണോ അതും, അതുപോലെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡി ടൈം ഏത് സമയത്താണ്, എത്രത്തോളം സമയം കിട്ടും എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പൊ ഒരാൾ 6 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, ചിലപ്പോ മറ്റൊരാൾ 2 മണിക്കൂർ മാത്രമേ പഠിക്കുന്നുണ്ടായിരിക്കുള്ളൂ. ആദ്യം പറഞ്ഞ വ്യക്തി 6 മണിക്കൂർ പഠിച്ചതിനേക്കാൾ കൂടുതൽ കണ്ടന്റ് ആഴത്തിൽ ചിലപ്പോൾ ഈ 2 മണിക്കൂർ പഠിക്കുന്ന വ്യക്തി മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ആദ്യം പറഞ്ഞ വ്യക്തി കാണാതെ പഠിക്കുന്ന ആ രീതിക്കാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് പറഞ്ഞ വ്യക്തി ചിലപ്പോൾ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ലോജിക്കലായിട്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഏത് രീതിക്ക് പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്. അതിനൊരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണെങ്കിൽ ഈ പറയുന്ന പോലെ യൂട്യൂബ് ക്ലാസ്സുകളും അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു പോസ്റ്റുകളിലേക്കൊക്കെ നിയമനം ലഭിച്ചിട്ടുള്ള, ജോലി വാങ്ങിയിട്ടുള്ള ആളുകളുടെ ഉപദേശം നിങ്ങൾക്ക് തേടാം. എന്ന് വിചാരിച്ച് അവർ ചെയ്ത അതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. കാരണം അവരുടെ സിറ്റുവേഷൻസ് അല്ല നമ്മുടെ സിറ്റുവേഷൻസ്. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നന്നായിട്ട് അറിയുന്നത് നമുക്ക് തന്നെയാണ്. ഇപ്പൊ എനിക്ക് എന്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റാരെക്കാളും കൂടുതൽ എനിക്കേ അറിയാൻ കഴിയുള്ളൂ. ആ രീതിക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പുതിയൊരു വഴിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് പഠനത്തിന്റെ ആയാലും അതുപോലെ ബാക്കി കാര്യങ്ങളായാലും നമ്മൾ അതിന്റെ ഒരു റൂട്ട് സെറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിക്കായിരിക്കണം. പിന്നീട് വരുന്നതാണ് എന്ത്, പ്രഷർ. ഇത് വളരെ വലിയൊരു സംഭവമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. കാരണം എന്താണെന്നറിയോ, ഈ പറയുന്ന പ്രഷറിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഏത്, നമ്മൾ ഈ പറഞ്ഞ ഫ്രണ്ട്സ്, ഫാമിലി, നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ പ്രഷർ ചെയ്യുന്നു എന്നുള്ളതല്ല. അതുപോലെ ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി നിങ്ങളെ പ്രഷർ ചെയ്യുന്നുണ്ടെന്നുള്ളതല്ല. അല്ലെങ്കിൽ നേരിട്ടല്ല ഇതൊന്നും നടക്കുന്നത്. അതായത് ഈ പറയുന്ന മൂന്നും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് പ്രഷർ കിട്ടുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരും നിങ്ങളോട് പറയുന്നില്ല, നിനക്ക് ജോലിയില്ലല്ലോ, ഒരുപാട് കാലമായില്ലേ ഈ പറയുന്ന PSC എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും സാധാരണ രീതിയിൽ നല്ല ഫ്രണ്ട്സുകൾ ആരും അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ ഇവിടെ ഈ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ എപ്പോഴാണ് ഈ പറയുന്ന നിങ്ങളുടെ പ്രഷറിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സിൽ പല ആളുകളും ചിലപ്പോൾ ഈ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടാവില്ല. അവർ പലപ്പോഴും വേറെ ഏതെങ്കിലും ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയി അവർ സെറ്റിൽ ചെയ്യാൻ നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവരുമായിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഫാമിലി നമ്മളെ കമ്പയർ ചെയ്യുക ചില സമയങ്ങളിൽ. അതായത് നിന്റെ ആ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിന്റെ കൂടെ പഠിച്ച അവൻ അല്ലെങ്കിൽ അവള് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പോയിട്ട് അല്ലെങ്കിൽ അവൾ ആ കോഴ്സ് പഠിച്ച് ഒരു ജോലിക്ക് കയറിയില്ലേ, നമ്മളിപ്പോഴും ഇങ്ങനെ ഈ പറയുന്ന രീതിക്കൊക്കെ നീ ഇപ്പോഴും PSC എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ വരുന്നതാണ് എന്ത്, ഈ പറയുന്ന നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ അയൽപക്കത്തുള്ള ആളുകൾ അല്ലെങ്കിൽ അയൽപക്കത്തുള്ള ഏതെങ്കിലും വ്യക്തികളുടെ മക്കളോ അല്ലെങ്കിൽ അവിടെ അറിയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ ഈ പറയുന്ന പോലെ വിദേശത്തോ അല്ലെങ്കിൽ മറ്റു കോഴ്സുകളൊക്കെ പഠിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടായിരിക്കും, പ്രൈവറ്റ് ആയിട്ടോ അത്തരത്തിലൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ പറയുന്ന ആളുകൾ തന്നെ ഈ എക്സാമുകൾ എഴുതിയിട്ട് അവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ കണ്ട് നമ്മളോട് അടുത്തുള്ള ആളുകളും ഫാമിലിയിൽപ്പെട്ടവരായാലും അതുപോലെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലുള്ളവരായാലും അറിയാതെ ഒരു സമയത്ത് ചോദിച്ചാൽ മതി, അവനൊക്കെ കിട്ടിയില്ലേ, നീ എന്താ, നിനക്കിപ്പോഴും കിട്ടാനായിട്ടില്ലേ, നീ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വല്ലാത്തൊരു അനുഭവമായിരിക്കും. നമുക്കത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊന്നും ഉൾക്കൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെ എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ ഞാൻ കിട്ടാൻ ഇപ്പം ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നൊന്നും ഒറ്റയടിക്ക് ഈ പറയുന്ന ആളുകൾക്ക് അത് ആ ഒരു ഫീൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ മനസ്സിലാവുള്ളൂ. അപ്പൊ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ആകെ എങ്ങനെങ്കിലും പഠിക്കാൻ ഇരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ പറയുന്ന ചോദ്യങ്ങളും പറച്ചിലൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരിക. സോ ആ സമയത്ത് തന്നെ നമുക്ക് ആകെ എന്ത് ചെയ്യും, ഇത് നടക്കില്ല, ഇതുകൊണ്ടൊന്നും പറ്റുന്നില്ല, ആവുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് മറ്റൊരു കാര്യമാണ് എന്ത്, ഈ പറയുന്ന ഫിനാൻസ് സിറ്റുവേഷൻസ്. നമ്മുടെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി ഇതിനെ ബാധിക്കുന്ന വളരെ വലിയൊരു കാര്യമാണ്. പല ആളുകളും ഈ പറയുന്ന അവൈലബിൾ ആയിട്ടുള്ള ആകെയുള്ള കുറഞ്ഞ സമയം പോലും ഒഴിവാക്കി മറ്റെന്തെങ്കിലും പണിക്ക് പോകുന്നതോ അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കാൻ പോകുന്നതോ ഒക്കെ ഈ പറയുന്ന ഫിനാൻസ് സാഹചര്യം കൊണ്ടാണ്. ഇപ്പോൾ രാത്രി ചിലപ്പോൾ ഒരു 2-3 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള സമയമാണ് എന്നുണ്ടെങ്കിൽ തന്നെ ഇവർ ചിലപ്പോൾ ആ സമയത്ത് വല്ല ഊബർ ഓടിക്കാനോ അല്ലെങ്കിൽ ഡെലിവറി ബോയ്സ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഡെലിവറിക്കായിട്ടൊക്കെ ഇവരെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കിട്ടിയെങ്കിൽ എന്നുള്ള രീതിക്ക് അവർ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന നമുക്ക് അല്ലെങ്കിൽ PSCയിലേക്ക് ഇറങ്ങുന്ന തുടക്കക്കാരെ സംബന്ധിച്ചുള്ള ചലഞ്ചുകളാണ്. എന്നാൽ ഇതൊന്നും യാതൊരു രീതിയിലും ബാധിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അതായത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വീട്ടുകാർ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ആവശ്യമായിട്ട് സഹായിക്കാൻ ആവശ്യമുള്ള ഫ്രണ്ട്സ്, നല്ല അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള ഫ്രണ്ട്സ് അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിലും എനിക്ക് ചെന്ന് ഒരു സഹായം ചോദിക്കാനുള്ള ആളുകൾ എൻ്റെ ഫാമിലിയിൽ ഫ്രണ്ട്സിലൊക്കെ ഉണ്ട് എന്നുള്ള ആളുകൾ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും.
അവർക്ക് ആവശ്യമായിട്ട് ഈ പറയുന്ന യാതൊരു അധിക സ്ട്രെസ്സൊന്നും ഇല്ലാതെ തന്നെ സുഖമായിട്ട് അവർക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റും. അതൊരു ബെനിഫിറ്റാണ്, അവരെ സംബന്ധിച്ച ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലുള്ള ആളുകൾ അവരങ്ങനെയാണ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് അത്രയും ആളുകൾ അവളെ സഹായിക്കാനുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമ്മുടെ എനർജി കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം വേറെ ആർക്കുമല്ല, നമുക്ക് തന്നെയാണ്. നമുക്ക് നഷ്ടം എന്ന് മാത്രമല്ല, ആ നമ്മുടെ നഷ്ടങ്ങൾ റാങ്ക് ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബാക്കിൽ വരാൻ സാധ്യതയുള്ള ആളുകളുടെ ലാഭങ്ങളും കൂടിയാണെന്ന് മനസ്സിലാക്കണം. കാരണം അവർ നമ്മുടെ മുമ്പിലെത്തും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വയം ചിന്തകൾക്ക് വിട്ടുകൊടുക്കാതെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചിന്തിച്ച് അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. എന്നാൽ മാത്രമേ, കാരണം നമ്മുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ്സുകളോ സ്ട്രെങ്ത്തുകളോ കാര്യങ്ങളൊക്കെ നമുക്കല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മളെക്കാൾ നന്നായിട്ട് മറ്റൊരാൾക്ക് അറിയില്ല. അപ്പൊ ഈ രീതിക്ക് വേണം എന്ത് ചെയ്യാൻ, ഈ പറയുന്ന ചലഞ്ചുകളെല്ലാം നമ്മൾ സോൾവ് ചെയ്യാൻ. സോ ഇനി അത് കഴിഞ്ഞു വരുന്നതാണ് എന്ത്, ചലഞ്ചുകൾ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. നമ്മളിപ്പോൾ ഇത്രയും സമയം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ അതാണ്. അപ്പോൾ നമ്മുടെ രീതി എങ്ങനെയാണോ അത് നമുക്ക് അറിയുള്ളൂ, ആ രീതിക്ക് തന്നെ നമ്മൾ സോൾവ് ചെയ്യണം. സോ ഇനി മെയിൻ ആയിട്ട് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് വാട്ട് ടു സ്റ്റഡി, എന്ത് പഠിക്കണം. അതായത് എങ്ങനെ PSC പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ PSC കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് പഠിക്കണം എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, സ്ട്രിക്ട്ലി ദ സിലബസ്. അതായത് നമുക്ക് PSC തന്നെ ഓരോ എക്സാമുകൾക്കും, അതായത് ഇപ്പോൾ 10ാം ക്ലാസ് ലെവൽ പരീക്ഷകളാണെങ്കിൽ അങ്ങനെ, +2 ലെവൽ പരീക്ഷകളാണെങ്കിൽ അങ്ങനെ, ഡിഗ്രി ആണെങ്കിൽ അങ്ങനെ, ഏത് എക്സാമിനും PSCയുടേതായിട്ടുള്ള ഒരു സിലബസ് നമുക്ക് എന്ത് ചെയ്യും, അവർ പബ്ലിഷ് ചെയ്ത് തരും. അത് എക്സാമിന് നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന സിലബസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് നോക്കിയിട്ട് പ്രോപ്പറായിട്ട് അതിന്റെ മുൻകാലങ്ങളിൽ ചോദ്യ പേപ്പറുകളും അതുപോലെ പ്രാക്ടീസ് സെറ്റുകളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് പഠിക്കാൻ. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് PSCക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയണം എന്നും പറഞ്ഞ് നമ്മൾ കാണുന്നതും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം കൂടെ മനസ്സിലോർത്തിരുന്ന് ഒരു പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നതും അല്ലെങ്കിൽ നമ്മൾ കണ്ടതും PSC കണ്ടതും രണ്ടും രണ്ട് സംഭവങ്ങളായി പോകും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സിലബസ് എന്ന് പറയുന്ന കാര്യമാണത് PSCക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ടത്. അത് എങ്ങനെ ഏത് രീതിയിലൊക്കെ എന്നുള്ളത് നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം ഏതാണോ ആ എക്സാമിന്റെ മുൻകാല ചോദ്യ പേപ്പറുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സോ ഇനി അടുത്തതാണ് നമ്മൾ എങ്ങനെ പഠിക്കണം. അതായത് എന്താണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി, സിലബസ് ആണ് പഠിക്കേണ്ടത്. അത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അടുത്തുള്ള ക്വസ്റ്റ്യൻ. അതായത് ഞാനൊരു കോച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണോ, അല്ലെങ്കിൽ കമ്പൈൻ സ്റ്റഡി വഴി ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് പഠിക്കണോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പഠിച്ചാൽ കാര്യം നടക്കുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ചില ആളുകൾ, ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ ആരോടെങ്കിലും ചോദിക്കുന്ന സമയത്ത് അവർ പറയും നീ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യേ, അല്ലെങ്കിൽ നീ ഇന്ന ആപ്പിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേ, അത് ക്യാഷ് കൊടുത്ത് വാങ്ങ്, പ്രീമിയം യൂസ് ചെയ്യേ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തി അങ്ങനെ പഠിച്ചതായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഫുൾ ടൈം നിങ്ങൾക്ക് മൊബൈലിന്റെ ഫ്രണ്ടിൽ, കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ നമുക്കിപ്പോൾ പഠനാവശ്യമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരു ദിവസം 3-4 മണിക്കൂറൊന്നും നമുക്ക് ഈ പറയുന്ന ക്ലാസ് കണ്ട് ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ ചില ആളുകളുണ്ട്, അവർക്ക് ഒരുപാട് അധികം വായിച്ചിരിക്കാനുള്ള താല്പര്യമൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഒരുപാട് സമയം ക്ലാസ്സിൽ ഈ പറയുന്ന പോലെ 10 മണി മുതൽ 4 മണി വരെ ഒന്നും ക്ലാസ്സിൽ ചടഞ്ഞുകൂടി ഇരിക്കുക എന്ന് പറയുന്ന ഒന്നും, കാരണം നമ്മൾ സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ 1-2 വർഷമോ അല്ലെങ്കിൽ 3-4 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീണ്ടും ഇതിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ഒരാൾ വീണ്ടും ക്ലാസ് റൂമിൽ പോയിരുന്ന് ഫുൾ ടൈം ഈ പറയുന്ന ഒരു ക്ലാസ് കേട്ട് നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ആകാത്ത, അത് പറ്റാത്ത ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ച് നമ്മൾ വേണം എന്ത് ചെയ്യാൻ, എങ്ങനെ പഠിക്കണമെന്ന് തീരുമാനിക്കാനേ. ഇപ്പോൾ ചില ആളുകൾക്ക് എന്താണ്, ഒരു ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. പിന്നെ ഈ കമ്പൈൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന്, നമ്മളിപ്പോൾ മുൻപ് എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ പറയുന്ന എക്സാം അടുപ്പിച്ച് വരുന്ന സമയത്ത് നമ്മൾ കൂട്ടം കൂടി ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ മറ്റൊരാൾ എന്ത് ചെയ്യും, അല്ല അതങ്ങനെയല്ല അതിങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഡിസ്കഷനാണ് നമ്മുടെ മനസ്സിലാ സമയത്ത് ക്യാച്ച് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ PSCയിൽ ഏറ്റവും കൂടുതൽ, അതായത് ഒരുവിധം ആളുകളൊക്കെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്ന കാര്യം. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 4 പേര് കൂടി ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം, ആ കാര്യത്തെ ഇപ്പോൾ ഭരണഘടന നമ്മൾ ടോപ്പിക്ക് പഠിക്കാമെന്ന് വിചാരിക്കുക. ഞാൻ ഈ ഭരണഘടനയെ എങ്ങനെയാണോ കണ്ടതും മനസ്സിലാക്കിയതും ആ രീതിക്ക് ആവില്ല ഒരു പക്ഷെ എൻ്റെ ഒരു സുഹൃത്ത് ഈ പറയുന്ന കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുക. അവന് ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റു പല ഐഡിയാസും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിലേക്ക് ഈ പറയുന്ന പഠിക്കുന്ന കാര്യങ്ങൾ ലിങ്ക് ചെയ്യാൻ അവന് ചിലപ്പോൾ പറ്റുന്നുണ്ടായിരിക്കും. എന്നാൽ ഞാൻ ചിലപ്പോൾ ഈ പറയുന്ന ബുക്കിൽ അല്ലെങ്കിൽ നോട്ടിൽ എഴുതിയിട്ടുള്ള കാര്യം മാത്രമേ എനിക്ക് എൻ്റെ മൈൻഡിലേക്ക് വരുള്ളൂ. അപ്പോൾ
അങ്ങനെ മറ്റൊരാളുടെ കൂടെ ഹെൽപ്പോട് കൂടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സാധാരണ നമ്മൾ പഠിക്കാൻ എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മൈൻഡിൽ വളരെ പെട്ടെന്ന് സ്റ്റോറായി കിട്ടും എന്നുള്ളതാണ് ഈ കമ്പൈൻ സ്റ്റഡി കൊണ്ടുള്ള ഒരു ഗുണം. പിന്നെ മറ്റൊരു കാര്യമാണ് എന്ത്, സെൽഫ് സ്റ്റഡി. അതായത് നമ്മൾ സ്വയം ഈ പറയുന്ന ക്ലാസ്സുകൾ അതുപോലെ ബുക്കുകളെല്ലാം വായിച്ച് പഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന 3 രീതികളിലും എന്ത് ചെയ്യുക, നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ഏതാണോ തോന്നുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. അതിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് ഈ പറയുന്ന സെൽഫ് സ്റ്റഡിയും കമ്പൈൻ സ്റ്റഡിയും കൂടിയാണ്. കാരണം ഒരു കോച്ചിങ് ക്ലാസ് എന്ന് പറയുമ്പോൾ പൊതുവെ ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ എക്സാമിന് വരണം എന്ന് യാതൊരു നിർബന്ധമല്ല. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചത് തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധമല്ല. പക്ഷേങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലാസ് റൂമിൽ പോയി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 5-6 മണിക്കൂർ ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പറയുന്ന 6 മണിക്കൂർ ക്ലാസ്സിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെയുള്ള ആദ്യം ക്ലാസ് കേൾക്കുന്നത്, നോട്ട് എഴുതുന്നത്, പിന്നെ അത് വായിക്കുക. പക്ഷെ അപ്പോഴും ഈ പറയുന്ന 6 മണിക്കൂറിന്റെ ക്ലാസ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് നമ്മൾ തറോ ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചിലപ്പോൾ ഒരു 3-4 മണിക്കൂർ നമ്മൾ അതും ഇരിക്കേണ്ടി വരും. അതായത് വീട്ടിൽ നിന്ന് നമ്മൾ സ്വയം അല്ലെങ്കിൽ കമ്പൈൻ ആയിട്ട് ഈ പറയുന്ന ക്ലാസ്സിന് പുറത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു 6 hours ക്ലാസ് കംപ്ലീറ്റ്ലി നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ ഒരു 10 മണിക്കൂർ വരെ എന്ത് ചെയ്യും, ക്ലാസ് അവറും കൂട്ടി 10 മണിക്കൂർ വരെ നമുക്ക് ആ ഒരു കാര്യത്തിന് സമയം എടുക്കണം എന്ന് പറയുമ്പോൾ പേഴ്സണലി എന്നെ സംബന്ധിച്ച് അതൊരു ടൈം വേസ്റ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇനി ചില കാര്യങ്ങളുണ്ട്, ഇപ്പോൾ ഈ മാത്സ്, ഇംഗ്ലീഷ് പോലെയുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ മലയാളം പോലെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ സ്വന്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വേണ്ടത്ര രീതിയിൽ എന്തില്ല, ചില ആളുകൾക്ക് അത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത്തരം ആളുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന് വേണ്ടി മാത്രമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യൂട്യൂബ് അല്ലെങ്കിൽ പെയ്ഡ് ക്ലാസ്സുകളൊക്കെ ആ ഒരു സെപ്പറേറ്റ് അല്ലെങ്കിൽ പ്രത്യേക ടോപ്പിക്കിനായിട്ടൊക്കെ ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പല മാർഗങ്ങളിൽ കണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു അവൈലബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഈ സെൽഫ് സ്റ്റഡി നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഈ സെൽഫ് സ്റ്റഡിക്ക് എത്രയാണോ നമ്മൾ എഫേർട്ട് എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളെ റിസൾട്ടിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം നമുക്ക് എക്സാം ഹാളിൽ കിട്ടുന്ന ഒരു ഡോമിനൻസ് ഈ പറയുന്ന നമ്മൾ സ്വയം മനസ്സിലാക്കിയെടുത്ത് പഠിച്ച കാര്യങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ളത് അത്യാവശ്യം ഏതൊരു എക്സാം ക്വാളിഫൈ ചെയ്ത ഏതൊരാളോടും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും. ആ രീതിയിലാണ് എന്ത് ചെയ്യുക, ഈ സെൽഫ് സ്റ്റഡിയെ ഞാൻ നോക്കി കാണുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് പറ്റുന്ന പ്രോപ്പർ ആയിട്ടുള്ള മാർഗങ്ങളിലൂടെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇത് പഠിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ഇനി നമ്മൾ എങ്ങനെ പഠിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലും ഇനി എന്ത് പഠിക്കണം അല്ലെങ്കിൽ അതിന് പഠിക്കാൻ ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ SCERT സ്കൂൾ ടെക്സ്റ്റ്, യൂട്യൂബ് ക്ലാസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ ഈ യൂട്യൂബ് ക്ലാസ് എന്നുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന കമ്പൈൻ സ്റ്റഡി അതുപോലെ ക്ലാസ് റൂം ഇതൊക്കെ ആയിട്ട് മാറ്റാം. എന്നാലും ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കും പ്രാക്ടീസും നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മാത്രമേ മുൻകാലങ്ങളിൽ ഈ പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ്റെ രീതികൾ എങ്ങനെയാണ്, ഏതൊക്കെ ഭാഗത്തിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് അത് അനലൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ കാര്യം സിമ്പിളായിട്ട് നടക്കുള്ളൂ. പിന്നെ ഉള്ളതാണ് എന്ത്, ഈ പറയുന്ന SCERT സ്കൂൾ ടെക്സ്റ്റ് ബുക്ക്. ഇത് പല ആളുകളും പറയാറുണ്ട്, 5ാം ക്ലാസ് മുതൽ അതായത് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ ടെക്സ്റ്റുകളും നല്ല വൃത്തിക്ക് സോഷ്യലും അതുപോലെ തന്നെ ബാക്കി വിഷയങ്ങളൊക്കെ ഇതുപോലെ ടെക്സ്റ്റ് സംഘടിപ്പിച്ച് പഠിക്കണം എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഈ പറയുന്ന ഇത്രയും ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, ഈ 5 to 10 മാറ്റി ഒരു 8 to 12 അതായത് 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് വായിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ LD പോലെയുള്ള എക്സാമിനെ നമ്മൾ വെറും 10ാം ക്ലാസ് വരെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല. ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു +1, +2 ഇതിലുള്ള ഈ പൊളിറ്റിക്സിന്റെ ടെക്സ്റ്റ്, അതുപോലെ ഹിസ്റ്ററി, ജോഗ്രഫിയുടെ ഒക്കെ ടെക്സ്റ്റ് ഈ പറയുന്ന ക്ലാസ്സുകളിലെ ചില കാര്യങ്ങളിൽ നിന്ന് ഡയറക്റ്റ് അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പൊതുവെ ആളുകൾ അങ്ങനെ വല്ലാതെ അല്ലെങ്കിൽ ഒരുവിധം ആളുകളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട കാര്യങ്ങളുമാണ് എന്ത്, ഈ പറയുന്ന +2 ടെക്സ്റ്റിലെ
പൊളിറ്റിക്സിൽ നിന്നും അതുപോലെ എക്കണോമിക്സിൽ നിന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ LDCക്ക് വരെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഷുവറായിട്ട് നിർബന്ധമായിട്ട് പഠിക്കണം. അതിൽ 9, 10 ഹിസ്റ്ററി, ജോഗ്രഫി ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതായത് 9th-ലെയും 10th-ലെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും. അപ്പോൾ ഈ സയൻസ് സബ്ജക്റ്റിൻ്റെ ഒന്നും നോക്കണ്ടേ എന്ന് നിങ്ങൾ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാം നോക്കണം. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇത് നിർബന്ധമായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, ആ കാര്യം അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്ത് പോകണം. കാരണം ഇതിൽ നിന്ന് ഡയറക്റ്റ് ലൈൻ ബൈ ലൈൻ ആയിട്ട് PSC എന്ത് ചെയ്യാറുണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ ലൈൻ അതുപോലെ എടുത്ത് കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് SCERT 10th ക്ലാസ്സിലെ സോഷ്യൽ നിന്നാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ബാക്കി സബ്ജക്റ്റിൽ നിന്നും വരാറുണ്ട്. പക്ഷെ കൂടുതലായിട്ടും ഈ പറയുന്ന സോഷ്യൽ ബേസ്ഡ് ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് PSC ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ഇനിയുള്ളതാണ് യൂട്യൂബ് ക്ലാസ്സുകൾ. ഒരുപാട് ക്ലാസ്സുകളുണ്ട്. സാധാരണ രീതിയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നോളജ് ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് എങ്ങനെ ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ പറയുന്ന PSC ക്ലാസ്സുകൾ യൂട്യൂബിൽ നിന്ന് കണ്ടു പഠിക്കാൻ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പല ടോപ്പിക്ക് അത് മിക്സ് ആയിട്ടും അല്ലാതെ ആയിട്ടും പല രീതിയിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ ഈ പഠിച്ചതൊക്കെ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പാകത്തിനുള്ളതായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പഠിച്ച രീതികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അതുപോലെ മോഡൽ എക്സാമുകളും ചെയ്തേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു പോയിട്ട് എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ പ്രാക്ടീസ് നടക്കുന്നത്. അതായത് പ്രാക്ടീസ് ചെയ്ത് പരിചയമുണ്ടെങ്കിലല്ലേ നമുക്ക് അതിൽ ഔട്ട്ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിചയമില്ലാത്ത ഒരാൾ നേരിട്ട് എക്സാം ഹാളിലേക്ക് പോകുന്നതും, അല്ലെങ്കിൽ ഒരു 10 12 എക്സാമുകളുടെ, അതായത് എക്സാമിന് തൊട്ട് മുമ്പ്, അതാണ് പറയുന്നത്, തൊട്ട് തലേ ദിവസമൊക്കെ ഒരു 10 12 ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അയാൾക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ സ്പീഡ് കൂടുതലായിരിക്കും. അതായത് ആൻസറിലേക്ക് എത്താനും അത് എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഇത് ഈ ചോദ്യം ഡിമാൻഡ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് നമുക്ക് കത്താന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രാക്ടീസ് മസ്റ്റാണ്. അതുപോലെ നമ്മൾ പഠിച്ചത് എത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, നമ്മൾ പഠിച്ച രീതികൾ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് മസ്റ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഇങ്ങനെ തയ്യാറാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആളുകളും അത്യാവശ്യം പഠിച്ച് ഒരു ലെവലായ ആളുകൾക്ക് സ്വന്തമായിട്ട് പല രീതിയിലുള്ള സ്റ്റഡി പ്ലാനുകൾ ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ PSCയുമായി യാതൊരു ബന്ധമില്ല, പഠിച്ച കാര്യങ്ങൾ മുൻപ് ഉള്ള സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്, ഇനി ഞാൻ PSCയിലേക്ക് ഇറങ്ങുകയാണ് എന്നുള്ള ഒരാൾ തുടക്കത്തിൽ തന്നെ മടുക്കാതെ, അതായത് PSCയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് മടുപ്പ് വരാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു സ്റ്റഡി പ്ലാനാണ് എന്ത്, നമ്മൾ ഈ പറയുന്ന ബേസിക് കാര്യങ്ങൾ ആദ്യം പഠിക്കുക. ബേസിക് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇഷ്ടം പോലെ വീഡിയോസ് യൂട്യൂബിലും അതുപോലെ തന്നെ ബാക്കി ക്ലാസ്സുകളൊക്കെ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മളൊരു റാങ്ക് ഫയൽ വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കാണ്, ഇങ്ങനെയൊക്കെ എന്താണോ നമുക്ക് പഠിക്കാൻ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം, അതായത് ഞാൻ എപ്പോഴും പറയുന്നത് ഈ പറയുന്ന SCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. നമ്മൾ ഈ പറയുന്ന 5 to 10 അല്ലെങ്കിൽ 8 to +2 എന്ന് പറയുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യണം, 5ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള അല്ലെങ്കിൽ 6, 7, 8 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകളൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ബേസിക് ആയിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടും. ഈ ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അതിൽ ഈ പറയുന്ന മോഡൽ എക്സാമുകളും അതുപോലെ മോക്ക് ടെസ്റ്റുകളും ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ കഴിഞ്ഞ യഥാർത്ഥ PSC ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇപ്പോൾ ഒരു എക്സാം നമ്മൾ എഴുതിയിട്ടില്ലെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പർ സംഘടിപ്പിച്ച് അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള മോഡൽ എക്സാമുകളൊക്കെ ചെയ്ത് ഈ പറയുന്ന മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. ഇത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 3 4 ഇതുപോലെ ഒരു 3 4 തവണ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു സൈക്കിൾ ഉണ്ടല്ലോ അത് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും
ഞാൻ ഇപ്പം എവിടെയാണ്, ഞാൻ തുടങ്ങിയത് എങ്ങനെയായിരുന്നു, ഇപ്പം ഞാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഞാൻ പഠിച്ചെത്തിയ ഇത്രയും കാര്യങ്ങൾ, എൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഞാനും ഇപ്പോൾ ഉള്ള ഞാനും തമ്മിൽ ഒരു എന്താ പറയുക, ഒരു കമ്പാരിസൺ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എത്രത്തോളം ഞാൻ മെച്ചപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പണ്ടുള്ളതിനേക്കാൾ ഞാൻ മോശമായിട്ടാണോ ഉള്ളത്. ഇതൊക്കെ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഒരു സൈക്കിൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടോ അത്രത്തോളം ഇദ്ദേഹത്തിന് റിസൾട്ടിലേക്ക് എത്താൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. എൻ്റെ എന്ന് മാത്രമല്ല, നിങ്ങൾ ആരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന കാര്യങ്ങളായിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെയാണ് ഈ പറയുന്ന ആളുകളൊക്കെ റാങ്ക് ലിസ്റ്റിലെത്തിയതും അതുപോലെ നല്ല പൊസിഷൻസിലിരിക്കുന്നതും. സോ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, മെയിനായിട്ട് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് ഞാൻ പഠിക്കാനിരിക്കേണ്ടത്, അല്ലെങ്കിൽ ആരെ കണ്ടിട്ടാണ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള ചില സംശയങ്ങളുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. കാരണം നിങ്ങളുടെ കണ്ടീഷൻസ്, നിങ്ങളുടെ ഫിനാൻസ് കണ്ടീഷൻസ്, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ സമയം, ഇതെല്ലാം നിങ്ങൾക്ക് മാത്രമായിട്ടാണ് വ്യക്തമായിട്ട് അറിയുന്നത്. അതിനനുസരിച്ച് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, PSC പഠനം ആയിക്കോട്ടെ, വേറെ ഏത് എക്സാമിനും, SSC, RRB, ഏത് എക്സാമിനും നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് നമ്മുടെ സിറ്റുവേഷൻസ് എങ്ങനെയാണെന്ന് പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ അതിനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം ഞാൻ പഠിച്ച് അല്ലെങ്കിൽ എനിക്ക് പറയുന്ന പോലെ നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോ എൻ്റെ കൂടെയുള്ള ആളുകളെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എനിക്ക് ഈ പറയുന്ന ഒരു ട്രൂ ഇൻസ്പിറേഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും കണ്ട് എനിക്ക് അയാളെ പോലെ ആവണം, അയാൾ പഠിച്ച പോലെ പഠിക്കണം, അയാൾ പഠിച്ച പോലെ ഗവൺമെന്റ് ജോലിയിലേക്ക് കയറണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അയാളുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. നമ്മൾ അത് കണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം നന്നായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അതുപോലെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിച്ചെത്താൻ പറ്റിയെന്ന് വരില്ല. കാരണം ഒരുപക്ഷെ ചിലപ്പോൾ അയാൾക്ക് നമ്മളെക്കാളും ക്വാളിഫിക്കേഷൻ കൂടുതലായിരിക്കാം, അപ്പൊ അവർ അതിനനുസരിച്ചുള്ള എക്സാം ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ ഇതാണ്, നമ്മളെങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഒരു രീതി നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അതാണ് ഇവിടെ പഠിക്കാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ അവനവന്റെ രീതിക്കനുസരിച്ച് അവനവൻ സൗകര്യപ്രദമായ രീതിയിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ പറയുന്ന ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങാൻ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട്, അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു വന്ന ആളുകൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാനിപ്പോൾ ബേസിക് ആയിട്ട് ഒരാൾ പുതിയതായിട്ട് PSC പഠിക്കാൻ ഇറങ്ങുന്ന സമയത്ത് അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സീറോയിൽ നിന്ന്, ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ സീറോയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനത്തെ ഒരാൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു ചാനൽ നമ്മളിപ്പോൾ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ അത്യാവശ്യം ആളുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് റീച്ച് ആക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് എന്തുള്ളൂ, മുന്നോട്ട് പോകാനുള്ളൊരു നമുക്കൊരു എനർജി ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്ലാസ്സുകളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.